വിവിധ സംസ്ഥാനങ്ങളിൽ സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പോർട്ടലിൽ ക്രമക്കേട് നടത്തി വൻതോതിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചതായി പരാതി. 2025 നവംബർ, ഡിസംബർ എന്നീ മാസങ്ങളിൽ 1,00,000-ലധികം വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചതായി കണ്ടെത്തി. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് ക്രമക്കേട് നടന്നത്. ജിഷ്ണു ഒരിക്കൽ കൂടി ചേരുകയാണ്. ജിഷ്ണു, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടന്നത്? ഇപ്പോൾ ഇത് പുറത്തു വരാനുള്ള സാഹചര്യം എന്താണ്? ഗൗതം, സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സുരക്ഷാ ഏജൻസികൾ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ചില അറസ്റ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവത്തിന്റെ വ്യാപ്തി അത്രത്തോളം വലുതാണ്. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള ക്രമക്കേടാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിൽ ഐഡന്റിറ്റി കാർഡുകൾ അല്ലെങ്കിൽ ആധാർ കാർഡ് ഉൾപ്പെടെ ഉള്ള രേഖകളിലേക്ക് എത്തുന്നതിന് ഏറ്റവും ആദ്യം വേണ്ടത് ജനന സർട്ടിഫിക്കറ്റാണ്. അവിടെ നിന്നാണ് ഒരു പൗരന്റെ ഐഡന്റിറ്റി കാർഡുകളുടെ തുടക്കം വരുന്നത്. അത്തരത്തിൽ ജനന സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് സിവിൽ രജിസ്ട്രേഷൻ സിസ്റ്റം പോർട്ടലിൽ ക്രമക്കേട് നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചിട്ടുള്ളത്. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം അവസാന 2 മാസങ്ങളിലായി 1,00,000-ഓളം ജനന സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തിയത്. നിലവിൽ BJP-യുടെ മുതിർന്ന നേതാവും മുൻ MP-യുമായിട്ടുള്ള കിരീഷ് സോമയ്യാണ് ഇത് സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ ആദ്യം ഉന്നയിച്ചത്. പിന്നീട് സുരക്ഷാ ഏജൻസികൾ ഈ വിഷയം പരിശോധിച്ചു വരികയാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് കണ്ടെത്താനാണ് സുരക്ഷാ ഏജൻസികൾ ശ്രമിക്കുന്നത്. ഗൗതം. ഓക്കെ ജിഷ്ണു, വ്യാജ ജനന സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ വർഷം നവംബർ, ഡിസംബർ മാസങ്ങളിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കുകയും അത് വിതരണം ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നിൽ വലിയ മാഫിയയുണ്ട്. ഇപ്പോൾ എന്തായാലും ഈ വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് സമഗ്രമായ അന്വേഷണം സർക്കാരുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് ചേർന്നത്.